ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കബ്സ ആണ്. അപ്പോൾ ഇതൊരു അറബിക് സ്റ്റൈലിലാട്ടോ ഞാനിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ട ഒരുപാട് കബ്സ ചെയ്യുന്ന ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടാട്ടോ ഈ ഒരു റെസിപ്പി ഞാൻ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റൈസൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ലതായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല കളർഫുള്ളാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ട്രൈ ചെയ്താൽ നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് 2 പൊട്ടാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ റൗണ്ടിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്വയറായിട്ട് ചെറിയ പീസായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ചോറിൻ്റെ മേലൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഈ പൊട്ടാറ്റോ ആദ്യം തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഈ പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാരണ എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പൊട്ടാറ്റോ ഈ പാനിലോട്ട് നിരത്തി കൊടുക്കുകയാണ്. ഇനി ഇതൊന്നും മറിച്ചും തിരിച്ചു വിട്ട് ഒരു ഗോൾഡൻ കളറാക്കി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കണം. അപ്പോൾ ഈ ഒരു കളറിൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അതുമാത്രമല്ല ചോറിൻ്റെ മേലെ കാണുമ്പോഴും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞാനിവിടെ ചോറിന് വേണ്ടി ബസ്മതി റൈസാണ് എടുത്തത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തത്. പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ കാലിൻ്റെ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പീസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് വെച്ച് ബാക്കി എണ്ണയിലേക്ക് ഞാൻ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്കിന്നോട് കൂടിയാട്ടോ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് ഇപ്പോൾ ഞാൻ മസാല ഒന്നും ചേർത്തിട്ടില്ല. ചിക്കൻ അങ്ങനെ കഴുകിയെടുത്തിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഈ ചിക്കനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നിറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ, നല്ല ഫൈനാക്കി പൊടിച്ചിട്ടില്ല. 1 ടീസ്പൂൺ കബ്സയുടെ മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടിപ്പോയി എന്ന് വിചാരിച്ചൊന്ന് പേടിക്കണ്ട കേട്ടോ, നമ്മൾ ഇതിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുമ്പോൾ ചോറിന് നല്ലൊരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് തക്കാളി അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ല കളറും ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ചിക്കനിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു സവാള മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം മതി കേട്ടോ, ഒരു മീഡിയം സൈസ് സവാള മാത്രമേ ഞാൻ എടുത്തത്. അപ്പോൾ ഇത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ തക്കാളിയും ചെറുതായി മുറിച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നിറച്ച് കബ്സ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കുറവായി തോന്നിയുകൊണ്ട് ഞാൻ 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ചിക്കനിൽ ഇതിൻ്റെ ഒക്കെ മസാലയുടെ ഒക്കെ ഒന്ന് സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഒന്ന് പിടിച്ച ശേഷം നമുക്കതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ചിക്കന് മുങ്ങി വരാൻ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ വെച്ചൊന്ന് ഇതൊന്ന് ചിക്കനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചിക്കന് മുങ്ങി വരാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു 4 പച്ചമുളകും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇനി അടച്ച് വെച്ച് ഈ ചിക്കനൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരുപാട് ഉടഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്, കാരണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ചോറിൻ്റെ മേലെ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാകത്തിന് ഈ ചിക്കനൊക്കെ ഈ വെള്ളത്തിൽ നിന്നൊന്ന് നമുക്കൊന്ന്
കോരി മാറ്റി വെക്കാം. അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബസ്മതി റൈസ്, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ച ശേഷം മാത്രം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം മിക്സായി വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത് ബസ്മതി റൈസ് ആകുമ്പോൾ. അപ്പോൾ ഞാനിപ്പം ഇവിടെ അളവെടുത്തിട്ടൊന്നല്ല ഒഴിച്ചു കൊടുക്കാറുള്ളത്, സാധാരണ പോലെ അങ്ങനെ ഒഴിക്കാറാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഏകദേശം കണക്ക് നോക്കിയിട്ടേ ചെയ്യാറ്, ഞാൻ അങ്ങനെ അളവെടുത്തിട്ടൊന്നും കുക്ക് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള പാകത്തിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പും എല്ലാം പാകത്തിനാണോ എന്ന് നോക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ലെമൺ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 1 ലെമണും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുമ്പോൾ ഇങ്ങനൊരു നല്ല കളറ് കിട്ടും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ടൊമാറ്റോ ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ ഒരു കളർ ഉണ്ടാവില്ല, പക്ഷേ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുമ്പോൾ അത് നല്ലതാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ വെള്ളമുണ്ട്. അരിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. റൈസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പൊടിഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചോറൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ആൽമണ്ട്, അത് നേരത്തെ ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞെടുത്തതാണ്. അപ്പോൾ അതൊന്ന് നടുക്കീറിയ ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കിസ്മിസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് തന്നെ ചിക്കനും കൂടെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് നേരം ഒന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട, 2 ഭാഗം ഒന്ന് കളർ മാറ്റിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ചിക്കനൊക്കെ നല്ല ഹാർഡായിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ് ഉള്ളത്. നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് 2 ഭാഗം കളർ മാറ്റിയെടുക്കുന്നേ ഉള്ളൂ. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് ഈ റൈസിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് ചിക്കനൊന്നും ഞാനിപ്പോൾ വെക്കുന്നില്ല കേട്ടോ, ഞാൻ കുറച്ച് മാത്രം ഒരു ഭംഗിക്ക് വെക്കുന്നേ ഉള്ളൂ. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് കാണാനായിട്ട്. നമ്മൾ എന്ത് ഫുഡ് കൊടുക്കുമ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കാണുന്നവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ഞാനിപ്പോൾ ചിക്കനൊക്കെ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടാറ്റോ അത് ഈ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഒണിയന് ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആൽമണ്ടും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ, അതുപോലെ തന്നെ കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നാട്ടിൽ ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടി കുറച്ച് മല്ലിയിലും കൂടെ ഇതിൻ്റെ മേലെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു ഗ്രീൻ കളറും കൂടെ അതിൻ്റെ മേലെ കിട്ടും. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടില്ലേ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.